നമ്മൾ ഈ ബിസിനസ്സിൽ പ്രശ്നങ്ങളൊന്നുമില്ല വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ വളരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഭയങ്കര കംഫർട്ട് സോണിൽ ഇങ്ങനെ സ്മൂത്തായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചില കമ്പനികളൊക്കെ കാണാം, പുറമേ നോക്കുമ്പോൾ ഭയങ്കര സ്മൂത്തായിരിക്കും, പക്ഷേ അവരുടെ ഒരു കോർ സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ, ഒരു മേജർ കസ്റ്റമർ ഇല്ലാണ്ടായാൽ ആ മൊത്തം ബിസിനസ്സിനെ അത് ബാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു. അയാൾക്ക് വലിയൊരു കസ്റ്റമറുണ്ട്. അയാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അയാളെ സെയിൽ കംപ്ലീറ്റ് മുന്നോട്ട് പോകുന്നത്. അയാളെ 75% സെയിലും കിടക്കുന്നത് ആ ഒരൊറ്റ കസ്റ്റമറിലാണ്. അപ്പോൾ ഇവർ ലേബേഴ്സിന് ഫുഡ് കൊടുക്കുന്ന ഒരു കമ്പനിയായിരുന്നു. അവരെന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഒരു മൊമെൻറ്റിൽ ഈ റിസ്ക് ഒന്നും എടുക്കണ്ട, ഈ റിസ്ക് നമ്മൾ എന്തെങ്കിലും കാറ്ററിംഗ് കമ്പനി ഏൽപ്പിക്കാം, അല്ലെങ്കിൽ അവർ ഷെഫിനെ വെക്കണം, ഫുഡ് ഐറ്റംസ് പർച്ചേസ് ചെയ്യണം, ക്യൂബ് പാക്കിൻ്റെ ഐറ്റംസ് പർച്ചേസ് ചെയ്യണം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ആ ഒരു ഹെഡ് ഏക്സ് ഒക്കെ ഒഴിവാക്കി അവർ കാറ്ററിംഗ് കമ്പനി ഏൽപ്പിച്ചു. പക്ഷേ കംഫേർട്ട് സോണിൽ പോയിക്കൊണ്ടിരുന്ന നമ്മുടെ എക്സിക്യൂട്ടീവിന് ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ചെയ്തു, ആ ഒരു ടാർഗറ്റിനെ എഫക്റ്റ് ചെയ്തു. പക്ഷെ നേരെ മറിച്ച് അവരുടെ കംഫർട്ട് സോണിൽ പോകുന്ന സമയത്ത് തന്നെ ചെറുതായിട്ട് സൈഡിലൂടെ കുറച്ച് കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്തിരുന്നെങ്കിൽ ഈ കസ്റ്റമർ നഷ്ടപ്പെട്ട സമയത്തും അയാൾക്കൊരു വിഷയമില്ലാതെ അയാൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ റിസ്ക്കിലാന്നുള്ളതാണ്. ആ ഒരു കംഫർട്ട് സോണിൽ പോകുമ്പോൾ തന്നെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം.